ഡോക്യുമെന്റ് മുഴുവനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ? ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഡോക്യുമെന്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ഏരിയ നമുക്ക് ഏത് ലാംഗ്വേജിലോട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം നമുക്ക് വേണ്ട എൻ്റെ ഈ ഡോക്യുമെന്റ് ഒരു 3-4 പേജ് ഉണ്ടോ, ഈ ഡോക്യുമെന്റ് ഞാൻ മുഴുവനായിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പൊ എന്ത് ചെയ്താൽ മതി, റിവ്യൂവിൽ എന്തെടുത്ത് ട്രാൻസ്ലേറ്റ് കൊടുക്കുക. ഈ ട്രാൻസ്ലേറ്റ് സെലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ട്രാൻസ്ലേറ്റ് ഡോക്യുമെന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ് ആണ് എടുക്കുക. അപ്പൊ ഇവിടെ സൈഡിലൊരു ബോക്സ് വരും. അപ്പൊ ഇവിടെ നമ്മളെ ലാംഗ്വേജസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും കേട്ടോ. കുറച്ച് ടൈം എടുക്കും. ഡോക്യുമെന്റ് മുഴുവൻ ലോഡ് ആവുകയാണ്. അപ്പം ചോദിക്കും ഫ്രം, അതേപോലെ തന്നെ ടു. നമുക്ക് ഇംഗ്ലീഷ് അല്ല, ഞാനിപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത് മലയാളമാണ്. മലയാളം ലാംഗ്വേജ് ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് എന്തെടുത്തു, ട്രാൻസ്ലേറ്റ് കൊടുത്തു. കണ്ടോ, കുറച്ച് ടൈം എടുക്കും. എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഡോക്യുമെന്റ് മുഴുവൻ എന്തായിട്ടുണ്ട്, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നിങ്ങൾക്ക് കോഴ്സ് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം.